സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാവരും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇനിയും ഇതുപോലെ ഒരു ഇന്ത്യ ബാക്കിയുണ്ടാകുമോ? വളരെ ശക്തമായ ചോദ്യമായിരുന്നു. കഴിഞ്ഞ 17ാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെ കേരളത്തിലുണ്ടായിരുന്നൊക്കെ സ്പീക്കേഴ്സിലധികം ആൾക്കാരും ഈ ചോദ്യത്തിലാണ് ഒന്നെങ്കിൽ അവരുടെ പ്രസംഗം ആരംഭിച്ചത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചത്. കാരണം അത്രയധികം മോദിയുടെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ വലിയ 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 റിഫ്ലക്ഷൻസ് നമ്മൾ കണ്ടു തുടങ്ങിയതുമായിരുന്നു. കേരളം അതിന് അതിശക്തമായി തന്നെ അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി, ചിലപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കില്ലേ, ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം മതേതര വികാരമുണ്ടായിരുന്ന കേരളത്തിൽ വന്നിട്ട് വലിയ സൂപ്പർ ഹീറോ പരിവേഷത്തോടു കൂടി വന്ന് വയനാട്ടിൽ ഇലക്ഷനെ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളൊരു ചോദ്യത്തിന് മതേതര ഇച്ഛാശക്തിയുണ്ടായിരുന്ന മലയാളികൾ രാഹുൽ ഗാന്ധിയുടെ ആ വരവിനെ സ്വാഗതം ചെയ്യുകയും ഫലത്തിൽ UDFൻ്റെ 19 പേര് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. പക്ഷെ പോയിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളുടെ മുമ്പിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്നത് 18ാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ്, കണക്കുകൾ പുറത്തേക്ക് വരുമ്പോഴാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP ആയിട്ട് പാർലമെൻറ്റിലേക്ക് പോയ ഒരേ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം സഖാവ് ആരിഫാണ്. സഖാവ് ആരിഫ് പാർലമെൻറ്റിൽ പങ്കെടുത്ത സംവാദങ്ങളുടെ എണ്ണം 119. അദ്ദേഹത്തിൻ്റെ ഹാജർ നില 89%. ഇതേ സ്ഥലത്ത് നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ച് ഇന്ത്യയുടെ നേതാവായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്ത അബദ്ധത്തിലേക്കായി പോയ രാഹുൽ ഗാന്ധി പങ്കെടുത്തത് 50%. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഹാജർ നില 50%. 89ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം നിൽക്കുകയാണ്. അദ്ദേഹം വളരെ തുച്ഛമായിട്ടാണ് സംവാദങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിലുള്ള മാർജിനുകൾ നിൽക്കെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയേണ്ടില്ലല്ലോ. മറ്റുള്ള ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. KPCC പ്രസിഡൻറ്റ് ആരാ? കണ്ണൂർ K. സുധാകരൻ MP ആണ്. കണ്ണൂരെ MP ആണ്. അദ്ദേഹത്തിൻ്റെ ഹാജർ നിലയും പകുതിയാണ്. അദ്ദേഹത്തിൻ്റെ ധനവിനിയോഗം പകുതി പോലുമില്ല എന്നുള്ള അവസ്ഥയുണ്ട്. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾ നമ്മുടെ അധികാരം വിനിയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളുടെ കാര്യങ്ങൾക്ക് നടക്കേണ്ട ഭരണമാണ് അവർ നടത്തേണ്ടതെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ള കാർക്കശ്യവും നമുക്കുണ്ടാവണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന 20 പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയം കേരളത്തിൻ്റെ അനിവാര്യതയാണ്. ഇന്ത്യയുടെ ബദൽ രാഷ്ട്രീയമാണ്. ഇന്ത്യയിലെ ഇന്ന് നടമാകുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റ് ഭരണകൂടത്തിനും എതിരെയുള്ള ഏറ്റവും ശക്തമായ സമരമാണ്. തീർച്ചയായിട്ടും ഇടനെഞ്ചു ചേർത്ത് ഇന്ത്യക്ക് കാവലായി നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം.